ഇത് റെഡ് ലേഡി തന്നെയാണ്. നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഹൈറ്റ്, ഒരു 7 അടിയോളം ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ കൂടിയിട്ട് മനോഹരമായിട്ടുള്ളൊരു തോട്ടമാണ്. നമ്മുടെ കർഷകർ വളരെ പ്രൊഡക്റ്റീവായിട്ട് നല്ലൊരു അർപ്പണബോധത്തോടെ മുന്നോട്ടിറങ്ങുകയാണെങ്കിൽ കേരളം തന്നെ മൊത്തം മാറും. കാരണം 10 മാസത്തോളം മഴ പെയ്യുന്ന സ്ഥലം, നല്ല ഫെർട്ടൈലായിട്ടുള്ള ലാൻഡ്, ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടി ഉണ്ടാവും. ഒരു വിദേശത്തേക്കും പോകേണ്ടി വരില്ല. അത്ര കണ്ട് ഉയർച്ച കൂടി ഉണ്ടാവും 100%. ഇത് പുത്തഞ്ചിറയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. പുത്തഞ്ചിറയിൽ ശരിക്കും പാടം നെൽകൃഷി ചെയ്തിട്ട് ഗുണകരമില്ലാത്ത പാടമാണ്. ഇത് റെഡ് റോയലാണ്. റെഡ് റോയൽ ഈ ഐറ്റം ഗുണകരമില്ലാത്ത സ്ഥലത്താണ് ശരിക്കും പറഞ്ഞ് പപ്പായ കൃഷി ചെയ്ത് വൻ വിജയം നേടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ശ്രദ്ധിക്കാനുണ്ട് ഇവിടെ. ആ ശ്രദ്ധ കൂടി വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രൊഡക്ഷനായിരിക്കും. എന്തായാലും ഈ പപ്പായനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 വർഷത്തിലെ ആയുസ് ഉണ്ടാവുള്ളൂ. ശരിക്കും 3 വർഷം കിട്ടും, പക്ഷേ 2 വർഷത്തെ ആയുസ് പ്രതീക്ഷിച്ചാൽ മതി. 6 മാസം കഴിയുന്ന സമയത്ത് നമുക്ക് വിളവെടുക്കാം. 1.5 വർഷം വിളവെടുത്ത് കഴിഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് ഒരു 50-60 കിലോ വരെ കിട്ടും. ഒരു ഏക്കറിൽ കുറയാണ്ട് ഒരു 600-700 തൈ വരെ വയ്ക്കാം. നല്ല നമ്മൾ വിചാരിക്കാത്തൊരു പ്രോഫിറ്റ് അതിൽ കിട്ടും. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 to 6 lakhs 3 to 5 lakhs എങ്കിലും മിനിമം ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം, കൃഷി മര്യാദയ്ക്ക് പോവാണെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുത്തഞ്ചിറയിലേക്ക് പപ്പായ കൃഷിയിലേക്ക്, പപ്പായ തോട്ടത്തിലേക്ക് സ്വാഗതം. ഇത് റെഡ് ലേഡി തന്നെയാണ് പപ്പായ. അധികം ഉയരം വയ്ക്കാത്ത രീതിയിൽ 5 അടി 6 അടി തരത്തിൽ ക്രമീകരിച്ചതാണ്. ഇതിന് ഉയരം വയ്ക്കാണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ വളരെ സൗകര്യമുണ്ട്. പഴം പറിക്കാനും വിളവും അതനുസരിച്ച് കായ്ക്ക് വലുപ്പം കൂടും. ഒരുപാട് ഉയരം വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായ പഴത്തിൻ്റെ വലുപ്പം കുറയും. ഇപ്പോൾ നോർമലി ഒരു 2.5 കിലോ വരെ വരുന്ന രീതിയിലാണ്. നല്ലൊരു ഐഡിയലായിട്ടുള്ള ഒരു പപ്പായ കൃഷിയാണത്. വളരെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, പറമ്പുകളൊക്കെ കണ്ടോ, തരിശായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും നെൽകൃഷിക്കൊന്നും പറ്റില്ല, വാഴയും പ്രോപ്പറായിട്ട് വരില്ല. ആ സ്ഥലത്താണ് ഇത് ചെയ്ത് വിജയിച്ചിരിക്കുന്നത്. ഒരുപാട് സാധ്യതകളുണ്ട്. വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വലിയ പ്രൊമോഷൻ വരാൻ പോണ്. എല്ലാവരും ഇതിലേക്ക് പല ഇങ്ങനെയുള്ള അഗ്രികൾച്ചർ മാക്സിമം പ്രൊഡക്ടിവിറ്റിയിലേക്ക്, ഫ്രൂട്ട് പ്ലാന്റേഷനിലേക്ക് ഒക്കെ മാറിക്കഴിഞ്ഞു. പപ്പായ കുറച്ച് ചോലയിലും കൃഷി ചെയ്യാം. കണ്ടോ, തെങ്ങിൻ്റെയും മരത്തിൻ്റെയും മഹാഗണി മരത്തിൻ്റെയൊക്കെ ചോലയുണ്ട്. പക്ഷെ അവിടെ അത്രയ്ക്കാണ് ഗുണകരമാവില്ല. നമ്മൾ നല്ല വെയിൽ വേണം, എന്നാലാണ് പപ്പായക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോല വരുന്നതിനനുസരിച്ച് അതിൻ്റേതായ കുറവുണ്ടാവും. എങ്കിൽ കൂടിയിട്ട് അപ്പോൾ നമുക്ക് അവിടെ വേറെ കൃഷിയൊന്നും പറ്റില്ലെങ്കിൽ നമ്മൾ ഇത്തിരി ചോലയിൽ ചെയ്താലൊരു എക്സ്ട്രാ ഈൽഡ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കുഴപ്പമില്ല. ഓരോ സ്ഥലത്തിനും ഓരോ പരിസ്ഥിതിക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള കൃഷി വളരെ നല്ലത്.